السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഉദ്ദേശം ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് മുനിഅൽ മുതഫള്ളിൽ. സുഹൃത്തുക്കളെ, ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം. അള്ളാഹു തൻ്റെ ഖുർആനിലൂടെ ആദ്യമായി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയെ, താങ്കൾ വായിക്കുക, താങ്കളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന ഖുർആനിക് വചനം പോലും നമ്മോട് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാണ്. സമാധാന നോബൽ ജേത്രിയും ആക്ടിവിസ്റ്റുമായ മലാല യൂസുഫ്സായി ഐക്യരാഷ്ട്രസഭയിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു പേനയ്ക്ക്, ഒരു പുസ്തകത്തിന് ഈ ലോകം തന്നെ മാറ്റിമറിക്കാനാവും. സുഹൃത്തുക്കളെ, വിദ്യയിലൂടെ നാം കരസ്ഥമാക്കുന്നതിൻ്റെ പകുതിയിൽ ഒരു അംശം പോലും വിദ്യയിലല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടക്കിയ സാമ്രാജ്യങ്ങളും ആശയങ്ങളും ലോകത്തിന് നിലനിൽക്കുന്നുണ്ടോ? അതേസമയം അറിവും നിറവും കൊണ്ട് ലോകത്ത് പ്രചരിച്ച ആശയങ്ങൾ കാലാതിവൃത്തിയായി നിലനിൽക്കുന്നു. കാരണം എന്താ? വാളുകൊണ്ട് മൃഗപ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചാരം നേടുന്നത്. എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ടും പ്രകാശിക്കുന്ന സ്വർഗവസന്തങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിലൂടെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്. അജ്ഞതയും അന്ധതയും മനുഷ്യ നന്മകളെക്കാൾ ഉതകുമ്പോൾ തടയിടാൻ നമുക്ക് മുമ്പിൽ വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. കുമിഞ്ഞുകൂടിയ സമ്പാദ്യങ്ങളും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാനാവുന്നതിനപ്പുറം വിദ്യയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ആധുനിക വിദ്യാഭ്യാസത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഇവയ്ക്കൊന്നും ഇവിടെ പഞ്ഞമയില്ല. നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്ന് നാം പറയും. കാരണം എന്താ? വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്ന സുരകാലമാണിത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന മൂല്യവത്തായ വചനത്തെ വളച്ചൊടിക്കുന്ന കാലമാണിത്. വിദ്യ എന്നതൊരു ധനസ്രോതസ്സാക്കി മാറ്റിയ വിഡ്ഢികളുടെ കാലമാണിത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയെത്ര സ്കൂളുകളും കോളേജുകളുമാണ് നമ്മളെ ചുറ്റുപാടിലുമുള്ളത്. എന്നാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മൂല്യചോദ്യവും അനുഭവപ്പെട്ടിരിക്കുകയാണ്. നിയമം പഠിച്ചവൻ തന്നെ നിയമം ലംഘിക്കുകയും പൗരത്വ ധർമ്മം പഠിച്ചവൻ തന്നെ പൗരത്വത്തിനെതിരായി ജീവിക്കുന്നു. ഇത്തരത്തിൽ വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നായി മാറിയിരിക്കുന്നു പുതുതലമുറയിലെ വിദ്യാഭ്യാസ രീതികൾ. ആധുനിക മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ട് പറവയെ പോലെ ആകാശത്ത് പറക്കുവാനും മീനിനെ പോലെ കടലിനടിയിലൂടെ നീന്തുവാനും സാധിക്കും. എന്നാൽ ഒരു മനുഷ്യനെ പോലെ 2 കാൽ കൊണ്ട് ഭൂമിയിലൂടെ നടക്കാനാവില്ല എന്ന സ്വാമി വിവേകാനന്ദന്റെ അർത്ഥവത്തായ വാക്കുകൾ മൊഴിഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വജാലങ്ങളുടെയും പ്രപഞ്ചശ്രേഷ്ഠമായ അല്ലാഹു കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ്. അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവൻ അവന്റെ കരുണയുടെ അംശം പകർന്നു നൽകുന്നു. കാരണം എന്നാൽ മനസ്സലിവാണ്. ഇതിന്റെ പര്യപദങ്ങൾ നിരവധിയുണ്ട്. മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമാണിത്. ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് 100 റഹ്മത്തുണ്ട്, അതിലൊരു റഹ്മത്ത് മാത്രമേ ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ കാരുണ്യം കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും എല്ലാം പരസ്പരം കരുണ ചെയ്യുന്നത്. ബാക്കി 99 കാരുണ്യവും തന്റെ അടിമകൾക്ക് അന്ത്യനാളിൽ കരുണ ചെയ്യാനായി അള്ളാഹു നീട്ടിവച്ചിരിക്കുകയാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയ കരുണ 6ൽ 1 അംശം മാത്രമാണെന്ന്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃക തീർത്തതും നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ഖുർആനും എടുത്തു പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. ലോകത്തിനാകമാനമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന വാക്യമാണ്. ഇവിടെ പ്രയോഗിച്ച പദം സർവ്വലോകത്തെ ചേതനങ്ങളോടും അചേതനങ്ങളുമായ വസ്തുക്കളെ ഉൾപ്പെടുത്തുന്ന പ്രയോഗമാണ്. സമാന അറബി പരിജ്ഞാനമുള്ളവർക്ക് ഇതിന്റെ ഘടന പ്രയോഗത്തിൽ നിന്ന് ഇത്ര മനസ്സിലാക്കാം. മറ്റൊരു ആയത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അവരോട് ഹൃദയനിൽ വെള്ളത്തോടെ പെരുമാറുക എന്നാണ്. അള്ളാഹുവിന്റെ ഈ മനസ്സിലോട് കൂട്ടിയിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത്. ആർദ്രമായ നിലപാടുകൾക്ക് അവിടുത്തെ മനസ്സ് പാകപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഔദാര്യം തന്നെയായിരുന്നു. അതിനാൽ തിരുജീവിതം കാരുണ്യത്തിന്റെ നിരവായി വർദ്ധിച്ചു. ശത്രുക്കളോട് പോലും ഈ സമീപം ആയിരുന്നതെന്ന് കാണാം. ഒരു സംഭവം ഇങ്ങനെയാണ്. യുദ്ധപ്രമിയാണ് രംഗം. ശത്രു സേനാധിപൻ മലമുകളിൽ നിന്ന് മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ പല ദിക്കിലേക്കും മാറിയിട്ടുണ്ട്. അന്നേ ദിവസം മഴ പെയ്തതിനാൽ നനഞ്ഞ വസ്ത്രങ്ങൾ മരക്കൊമ്പിൽ തൂക്കിയിട്ടായിരുന്നു പ്രവാചക തിരുമേനി മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നത്. ഇത് കണ്ടു ശത്രു സേനാധിപൻ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. തിരുദൂതരുടെ അടുക്കൽ ചെന്ന് ഉറയിൽ നിന്ന് വാളൂരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലറിക്കൊണ്ട് ചോദിച്ചു, ഏ മുഹമ്മദേ, ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കാനുള്ളത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു, അല്ലാഹു. ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന അയാളുടെ കൈകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി കേട്ട് വിറച്ചു. അയാളുടെ വാൾ താഴെ വീണു. ആ വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കാനുള്ളത്? ശത്രു സേനാധിപൻ പറഞ്ഞു, ആരുമില്ല. നിസ്സാലും ഭയവിഹ്വലനും നിസ്സാലുമായ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ശത്രുവിനെ തിരികെ വാൾ നൽകി അയാളെ പോകാൻ അനുവദിച്ചു. ആ നിമിഷം തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. തന്റെ ഗോത്രക്കാരുടെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാമനസ്കതയെ കുറിച്ച് പറയുകയും അവർക്കിടയിൽ ഇസ്ലാമിന്റെ പ്രവാചകനായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ വ്യാപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം പ്രകടമാണ്. കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാരുണ്യവും വാത്സല്യവും പ്രത്യേക പരിപാദ്യമാണ്. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നിയോജനം ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒരിടയിലും ഹസൻ ബിൻ അലിയെ മറ്റേ ഇടയിലും ഇരുത്തുമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ മേൽ കാരുണ്യം വർഷിക്കാനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമീണ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കയറി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുഞ്ഞ് ഹസൻ എന്ന കുഞ്ഞിനെ ചുംബിക്കുകയാണ്. അപ്പോൾ ആഗതൻ പറഞ്ഞു, ഏ നബിയെ, ഇപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞിനെ ചുംബിക്കുകയോ? എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെ ഞാൻ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, കരുണ കാണിക്കാത്തവനോട് ഒരിക്കലും ആരും കരുണ കാണിക്കുകയില്ല. അള്ളാഹു കരുണയിൽ വിജയിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജഗന്നാഥാവായ അല്ലാഹു ഒരു റബ്ബിൽ അവൽ കൂടി സാക്ഷിയാവാൻ നമുക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഈ വേളയിൽ ഹുബ്ബ് റസൂൽ എന്ന വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ലോകത്തിൽ ആകമാനം അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ടാണ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്യുന്നത്. സർവചരാചരം സ്തുതികീർത്തനങ്ങൾ ആലപിച്ച നിമിഷം, അധർമ്മത്തിന്റെ കോട്ട കുത്തനെ തകർന്ന സമയം, അതായിരുന്നു തിരുദൂതരുടെ ജന്മദിനം. അന്ധകാരത്തിനിടമായ 6-ാം നൂറ്റാണ്ടിൽ മനിംസമായ അന്തരീക്ഷത്തിൽ ആ തിരുപിറ സംഭവിച്ചപ്പോൾ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ശാന്തിയുടെയും കുളിർക്കാറ്റ് അറബിയൻ മണലാരത്ത് തന്നെ ആനന്ദം കൊള്ളിച്ചു. എന്തായിരുന്നു സഹോദരങ്ങളെ ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം? ജാതി മത വർഗഭേദ്യമന്യേ പരസ്പരം സംഗണയുടെ അറബ്യ.
പെണ്ണും കള്ളും യുദ്ധവും ജീവവും ബോധ്യവും കണ്ട ജനത സ്വാർത്ഥ താല്പര്യം കൊണ്ട് ജീവിതം തന്നെ ഹോമിച്ചു. മസ്തിഷ്കം മരവിച്ചു പോയ അഹന്തയുടെ തുമരങ്ങൾ ഇങ്ങനെ അരാജകത്വം വാണിടുന്ന ഈ ജനതയെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സാമുദാരികരാക്കി. മാനുഷിക മൂല്യതയുടെ സംരക്ഷണത്തിനായി സ്നേഹവിപ്ലവത്തിൻ്റെ ഐതിഹാസിക ചരിത്രം തീർത്ത സമൂഹമാക്കി മാറ്റിയെടുക്കാൻ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഇത്തരമൊരു സമുദായ നായകനെ ദർശിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ സാമൂഹിക ലോകത്തെ കൊണ്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ധാർമ്മികത വലിച്ചെറിഞ്ഞ് വാരിപ്പുണരാൻ ആധുനിക ലോകം വെമ്പൽ കൊള്ളുകയാണ്. ഇത്തരം സന്ദർഭങ്ങളും പ്രവർത്തനങ്ങളും കാരണം കൊണ്ട് മാത്രമാണ് ലോകത്തെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബിനാക്ഷ പറയുന്നു, ലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വസ്ഥമായി കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിന്തുടരാൻ ഞാൻ ശാമിപ്പിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധിയായ വിദ്യാർത്ഥി മിത്രങ്ങളെ, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മിസ് കെ മദീന എന്ന വേദിയിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ വർദ്ധിക്കുന്ന അസഹിഷ്ണുതയും ന്യൂനപക്ഷത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതിന് തുണയേകിയ പ്രപഞ്ചനാഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, 60 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തവും സങ്കീർണവുമായ ഘട്ടത്തിലൂടെയാണ് സ്വതന്ത്ര ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മതേതരത്തിനും ജനാധിപത്യത്തിനും ലോകരാഷ്ട്രീയങ്ങൾക്കുമായി മാന്ത്രിക ഇന്ത്യൻ മഹാരാജ്യം ഭരണഘടനയുടെ ആത്മാവായ മതേതരം പോലും വെള്ളവിളിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. സിഖ് കൂട്ടക്കൊലയും ബാബരി ധ്വംസവും ഗുജറാത്ത് കലാപനവും ഈ രാജ്യത്തിന്റെ ഭൂതകാലത്തെ കറുത്ത ഓർമ്മകളാണെങ്കിൽ വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇരുണ്ട ഭാവിയിലേക്കാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സാരേ ജാം സെ അച്ഛാ ഹിന്ദു സിതാമാര എന്ന് ഇക്ബാൽ പാടിയതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെയും വൈവിധ്യ സമ്പൂർണമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നിസ്കാരത്തായ മുസ്ലിമും പൊട്ടു തൊടുന്ന ബിന്ദുവും കുരിശ് വരയ്ക്കുന്ന ക്രിസ്തുവും തോളോൾ ചേർന്ന് ജീവിക്കുന്ന ഈ രാജ്യത്തെ വിളവെടുക്കുന്ന പോലെ മതിയാവും. ഭരണകൂടാധികാരത്തിനും ശബ്ദങ്ങൾ ഒറ്റരാത്രി കൊണ്ട് നിശബ്ദരാക്കപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കരിപ്പൂശി വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുള്ള ഹിന്ദുതയുള്ള ക്ഷേമം അണിയറയിൽ തകർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രാഷ്ട്രപതി പോലും രാജ്യത്ത് ഭരിച്ചു വരുന്ന അസഹിഷ്ണുതമുണ്ടെന്ന് സംശയലേവിഷം. എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ മഹത്തായ സങ്കല്പത്തെ നെഞ്ചേറ്റുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടി വരും. പന്നിയാറക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനെ പൂജിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വർഗീയതയും അസഹിഷ്ണുതയും ഹിന്ദുവിനും മുസൽമാനിനും സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം. പ്രഖ്യാപിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ കരുതലോടെ നീങ്ങേണ്ടത് ഉണ്ട്. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ കാഞ്ഞു പോകുന്നതല്ല വിശ്വാസമെന്ന്, അന്യമതസ്ഥന്റെ പതനം കണ്ട് ആഘോഷിക്കുന്നതല്ല മുസ്ലിം എന്ന് പ്രാർത്ഥനയോടെ തെളിക്കണം. എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടും സഹിഷ്ണുതയോടും നീങ്ങുക. നാഥൻ തുണയേകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ സഹോദര സഹോദരങ്ങളെ, കലയുടെ കലവറ പെയ്തിറങ്ങുന്ന തിരുമുറ്റത്തെ ഈ തസ്നീമെ മദീനയുടെ പ്രൗഢോജ്വലമായ വേദിയിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനെ എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ അതിൽ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം അതിപ്രധാനമാണ്, അത് അനിവാര്യമാണ്. നമ്മുടെ മതത്തിൻ്റെ കാഴ്ചപ്പാടും അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഹിറയുടെ ഏകാന്തതയിൽ ഭജനമിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യ ദിവ്യ സന്ദേശമായി അവതരിച്ച ഇഖ്റ എന്ന വേദ്യവാക്യത്തിലുണ്ട് വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം. വിശ്വാസികളോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലസീന യഅലമൂന വല്ലസീന ലാ യഅലമൂൻ. വിദ്യാസമ്പന്നരും അജ്ഞരും തമ്മിൽ സമാനതകളുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഗർഭസ്ഥായിയായ ഉത്തരമാണ് ഇല്ല എന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. തഅല്ലമുൽ ഇൽം, നിങ്ങൾ വിദ്യാസമ്പന്നരാവുക, അതൊരു കൽപ്പനയാണ്. പ്രവാചക കൽപ്പന പ്രകാരം ദിക്കധികം പ്രബോധകനായി ഊർതിരിഞ്ഞ സംസ്കാരങ്ങളെ കണ്ട കാലങ്ങളെ തൊട്ടറിഞ്ഞൊരു മനുഷ്യൻ്റെ ഉപദേശമാണിത്. നോക്കൂ നിങ്ങൾ, എത്രമേൽ മനോഹരമായിട്ടാണ് വിദ്യാഭ്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്. ബദർ യുദ്ധാന്തരം ബന്ദികളായി പിടിക്കപ്പെട്ട ഖുറൈശികളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യമായി പ്രവാചകൻ ആവശ്യപ്പെട്ടത് വിശ്വാസികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ആ കാഴ്ചപ്പാടിലാണ് ഈ സംസ്കാരം വളർന്നത്. വിദ്യയും വിജ്ഞാനവും ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എതിർപ്രവർത്തനം സാധ്യമായതും ശോഭനമായ സമൂഹത്തെ നാം പടുത്തുയർത്തിയതും. പ്രിയമുള്ളവരെ, വിദ്യ കൊണ്ട് മാത്രമാണ് നാം കാലങ്ങളെ അതിജീവിച്ചത്. പ്ലാറ്റോയുടെ തറപ്പിൾപ്പിക്കും ഫാറാബിയുടെ മദീനത്തിൽ ഫാദറിയും തോമസ് മോറിയുടെ ഓട്ടോപ്പിയും വീണൊടിഞ്ഞത് വൈജ്ഞാനികമായി നാം തീർത്ത പ്രതിരോധം കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇന്നലകളിൽ നാം അഭിമാനിച്ചത് വിദ്യാസമ്പന്നത്തിൻ്റെ പേരിലാണ്, അത് തീർത്ത വിപ്ലവത്തിൻ്റെ പേരിലാണ്. കോദോ സംസ്കാരത്തിൻ്റെ വിളതലമായി പരിലസിച്ചതും ബാഗ്ദാദ് മൊഹറം സമർക്കണ്ടു ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറിയതും ആ സമ്പന്നത കൊണ്ടാണ്. എന്ത് മായാജാലമാണ് ഇവരുടെ ജ്ഞാനമെന്ന നിരുളടഞ്ഞ യൂറോപ്പ് പറഞ്ഞത് ചരിത്രം എഴുതി വെച്ചതാണ്. അറിയില്ലേ നിങ്ങൾക്ക് ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ? കുറഞ്ഞ പ്രായം, ജീവിതകാലം, ആ കാലയളവിലാണ് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഇമാം നമുക്ക് സമ്മാനിച്ചത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കാലങ്ങൾ മാറി, സമൂഹങ്ങൾ മാറി മാറി വന്നു. പക്ഷേ ഇമാം നബി റളിയല്ലാഹു അൻഹു നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. പ്രിയമുള്ളവരെ, വിദ്യ കൊണ്ട് മാത്രമാണ് ഞാൻ തലയുയർത്തുന്നത്. ഇന്നലകളിൽ പള്ളിക്കൂടങ്ങളുടെ വരാന്ത പോലും കയറാൻ അവസരമില്ലാത്തതിൽ നിന്ന് നാം അഭിമാനികളായി. നെഞ്ചുറപ്പോടെ, മനക്കരുത്തോടെ നാം മുന്നോട്ട് വന്നത് അത് വിദ്യാർജിച്ചു തന്നെയാണ്. വിദ്യാഭ്യാസം അത് അഭിമാനമാണ്, അത് കരുത്താണ്, അത് ഊർജമാണ്. ആ മനോഭാവത്തോടെ തന്നെ വിദ്യാസമ്പന്നരായിരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യക്ഷരെ, വേദിയിലും പരിസരത്തും സന്നിഹിതരായ പ്രവാചക സ്നേഹികളെ, നബിദിനാഘോഷത്തിൻ്റെ ഇസ്ലാമിക നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വാചക കസരത്തുകളല്ല ഞാനിവിടെ നിരത്തുന്നത്. തീർത്തും അധികമായ ഏതെന്ന കാര്യങ്ങൾ മാത്രം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഖുറൈശി കുടുംബം അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെയും ആമിന ബീവിയുടെയും മകനായ ക്രിസ്തുവർഷം 570 ഏപ്രിൽ മാസം 21 തിങ്കളാഴ്ച പുലർന്ന ലോകത്തേക്ക് ഉദയം ചെയ്തവനാണ് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇബ്രാഹിം കുടുംബം പരിഭ്രയിലെത്തി നിൽക്കുന്നു. കൂലിന് പരിഭ്രമണമാണ് ഈ കുടുംബത്തിനുള്ളത്. പിറവിനാൾ തൊട്ട് തന്നെ നിരവധി അസാധാരണ സംഭവങ്ങൾ സാക്ഷിയായിരുന്നു. നബിയുടെ ജന്മം ഖുർആൻ പറയുന്നത് കാണുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ.
അതെ, നബി തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ജനിക്കുന്നത്. ലോകാനുഗ്രഹിയാവുക എന്നത് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി നടന്നിട്ടുള്ള നബിയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കേണ്ടതല്ലേ? ഇത്രയും പറയാൻ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, തസ്നീമെ മദീന, ഈ മീലാദിനാഘോഷ പരിപാടിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം നൽകിയ നാഥന് സ്തുതി. അൽഹംദുലില്ലാഹ്. കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഒരു കൊച്ചു പ്രസംഗം പറഞ്ഞാൽ വിടാം ഇൻഷാ അല്ലാഹ്. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വജീവിതത്തിലൂടെ നമുക്ക് പഠിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് കൂടെ അവരിൽ ഒരാളായി കളിക്കുകയും അവരോട് സൗമ്യമായി ഇടപഴകുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു കാര്യം ഏൽപ്പിച്ചു പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് കുട്ടിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്ന കാഴ്ചയാണ്. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തുവോ? ഇല്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. വഴക്ക് പറയാതെ ആ കുട്ടിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഏത് കാര്യവും ചേർത്തിൻ്റെ പേരിൽ കുട്ടികളെ വഴക്ക് പറയരുത്, ശിക്ഷിക്കരുത് എന്നതാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവരടിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദുനിയാവിൻ്റെ കാര്യം ലാഘവത്തോടെ കാണണമെന്നും ദീനിൻ്റെ കാര്യം ഗൗരവത്തോടെ കാണണമെന്നുമാണ്. ഒരിക്കലും കുട്ടികൾക്ക് വലിയ കരുത്തോ കാര്യബോധമോ ഉണ്ടാവില്ല. അപ്പോഴാണ് അവർ കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റകരമായ കാര്യമോ മോശം പെരുമാറ്റമോ കുട്ടികളിൽ നിന്നുണ്ടാവുമ്പോൾ രക്ഷിതാക്കളായ മൗനം പാലിക്കാതെ അവരുടെ മനസ്സിനെയും തളർത്താത്ത രീതിയിൽ ശിക്ഷിക്കണം. ഇത് നമ്മുടെ മതപരമായ കടമയാണ്. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അശാന്തിയുടെയും അക്രമത്തിൻ്റെയും കരളാസ്തങ്ങളിൽ മുങ്ങിയിരുന്ന ഒരു സമൂഹത്തെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെള്ളി വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോട് വിവിധ പരിപാടികൾ നടക്കുന്ന ഈ വേദിയിൽ ചില പ്രധാന വിഷയങ്ങൾ സംവദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. യുദ്ധം മനുഷ്യരാശിയെ വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും ഇറാനിലും ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1,00,000-ഓളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തോളം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടങ്ങുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല അതിൻ്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ 1-ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നീണം ചീന്തിയ 2-ാം ലോക മഹായുദ്ധവും സമാധാനത്തിൻ്റെ ഏതു വെള്ളരിപ്രാവണിയാണ് പറത്തിയത്. യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിൻ്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം മരക്കി തുറപ്പിക്കാനും പൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.
അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആ യുദ്ധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവീഥികളിൽ ഞാനും നിങ്ങളുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എത്ര പിഞ്ചോമ്മനകളാണ് ഓരോ വെടിയുണ്ടകൾക്കും ഇരയാവുന്നത്. മൃതിയടങ്ങുന്നവരെ അക്കക്കണക്കുകൾക്കപ്പുറം അഗമിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്നും നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾക്ക് മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷണത്തിന് മുൻപ് ആഗോളതലത്തിലെ കൊടുംപട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് 276 ഉയർന്നിട്ടുണ്ട്. യുദ്ധക്കധികന്മാരായ രാഷ്ട്ര നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത്, രക്തരഹിത വിപ്ലവനത്തിന്റെ മികച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റണമെന്ന സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലുപരി വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, മൻ ഖതല നഫ്സൻ ബിഗൈരി ഔ ഫസാദിൻ ഫകഅന്നമ അഹ്യ الناس ജമീഅ. എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിന്റെ ബോധനം. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ ഏവർക്കും സ്വപ്നങ്ങൾ നെയ്യാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.